ആയിക്കോട്ടെ, അത് കേസ് എടുത്തോട്ടെ, അന്വേഷിച്ചോട്ടെ. അപ്പം കടിച്ചു എന്ന് സമ്മതിച്ചു. അല്ല, ഞാൻ പറയട്ടെ, അല്ല, കടിച്ചോ ഇല്ലയോ? അപ്പോൾ മനോരമയുടെ ലേഖനം ഉണ്ടോ? മനോരമയിൽ ആരെങ്കിലും ഉണ്ടോ? ചാനലിൻ്റെ ആരെങ്കിലും ഉണ്ടോ? സനകരിക്കല്ലേ? മനോരമ വന്നത് ശരിയാണല്ലോ, മനോരമയിൽ വന്നത് ശരിയാണല്ലോ. തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അല്ല, കടിച്ചു, മനോരമ വന്നത് ശരിയാണല്ലോ സനക, കടിച്ചു എന്നുള്ളത് ശരിയാണല്ലോ. ശരി, അപ്പം കടിച്ചു എന്ന് നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു. കടിക്കുന്ന ചിത്രമാണോ വന്നിരിക്കുക? ഫോട്ടോ എടുത്തത്, ചിത്രത്തിൻ്റെ ഫോട്ടോ എടുത്ത മനോരമയുടെ ഫോട്ടോഗ്രാഫറല്ലേ? പുരുഷ പോലീസ് കടിച്ചു. നിങ്ങൾ കാര്യം ചെയ്യൂ. അല്ല, കടിച്ചല്ല, പുരുഷനാണ് കടിച്ചത്. പുരുഷ പോലീസുകാർ കടിച്ചു എന്നുള്ള പരാതിയാണ് കൗൺസിലർമാർക്കുള്ളത്. അത് വസ്തുതയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി, ഞാൻ പറയാം, ഞാൻ പോയി മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവർ ആശുപത്രിയിൽ പോയി ഇവരുമായിട്ട് സംസാരിച്ച് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് പത്രസമ്മേളനം വിളിച്ചത്. ഇന്നലെ ഞാൻ വിളിച്ചില്ലല്ലോ. ഇന്നലെ രാത്രി 11-12 മണി വരെ മർദ്ദനമേറ്റ ഓരോ കൗൺസിലർമാരെയും മേയർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പോയി കണ്ട് ഓരോരുത്തരോടും ചോദിച്ച് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുരുഷ പോലീസുകാർ കടിച്ചിട്ടുണ്ട്. ഈ നൗഫൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ മാർച്ച് നടന്നിടത്ത് ഈ നൗഫലിന് എന്താണ് കാര്യം? ഈ രാജേഷിന് എന്താണ് കാര്യം? എന്താ തിരുവനന്തപുരത്തുള്ള ക്യാമ്പിൽ വനിതാ പോലീസുകാരും ഇല്ലേ? അവരെല്ലാം മാഞ്ഞു പോയോ? ഒരു 250 മഹിളാ മോർച്ച പ്രവർത്തകരെ, കൗൺസിലർമാരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വനിതാ പോലീസൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് സംവിധാനം പിരിച്ചുവിടട്ടെ. കടിക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളൂ. അത് DGP ഉൾപ്പെടെയുള്ള മറുപടി പറയണം. തീർച്ചയായിട്ടും. പിന്നെ അതും അതിലപ്പുറവും പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദേശീയ പട്ടികജാതി കമ്മീഷനിലേക്ക് പോകുന്നുണ്ടെന്ന്.